വെൽക്കം ഓൾ. നമ്മൾ പ്രോസസ് കാൽക്കുലേഷനിൽ എക്സ്ട്രാക്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ്റെ രണ്ട് പ്രോബ്ലമാണ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് സോയാബീൻ സീഡ്സ് ഓയിൽ എക്സ്ട്രാക്റ്റഡ് വിത്ത് ഹെക്സെയിൻ ഇൻ എ ബാച്ച് എക്സ്ട്രാക്ടർ. ദ ഫ്ലേക്ക്ഡ് സീഡ്സ് കണ്ടെയ്നിങ് 18.2% oil, 69.5% solid, 12.3% moisture. At the end of the process, cake is separated from hexane oil mixture. The cake analysis yield 0.8% oil, 88.2% solid and 11% moisture. Find percentage recovery of oil. All percentage are by weight. നമ്മൾ എക്സ്ട്രാക്ഷനിൽ നമുക്ക് എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഞാനൊരു ഫീഡ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്ട്രാക്ടർ എന്ന് വിചാരിച്ചോ. ഇതിലേക്ക് ഞാൻ ഫീഡ് കൊടുക്കുന്നു. ഫീഡ് എന്ന് പറയുന്നത് എൻ്റെ സോയാബീൻ്റെ സീഡായിരിക്കും. എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ സോയാബീൻ സീഡിൽ നിന്ന് ഓയിൽ എക്സ്ട്രാക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സോൾവെൻറ്റിന് ഉപയോഗിക്കും. ആ സോൾവെൻ്റാണ് ഹെക്സെയിൻ. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഫീഡ് എന്ന് പറയുന്നത് സോയാബീൻ്റെ സീഡാണ്. അപ്പോൾ ദ ഫ്ലേക്ക്ഡ് സീഡ്, അതാണ് എൻ്റെ ഫീഡ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഫ്ലേക്ക്ഡ് സീഡ്, അയാളാണ് എൻ്റെ ഫീഡ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അതിൽ നോക്കിക്കേ 18.2% ഓയിലുണ്ട്. ആ ഓയിലിനെ മാക്സിമം റിക്കവർ ചെയ്ത് കൊണ്ടുപോകണം. അതായത് സീഡിൽ 18% ഓയിലുണ്ട്, 18.2% ഓയിലുണ്ട്, ബാക്കി 69.5% സോളിഡാണ്. 12.3% മോയ്സ്ചറുമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫീഡ് അല്ലെങ്കിൽ ഫ്ലേക്ക്ഡ് സീഡ് എന്ന് പറയുന്നതിൽ 18.2% ഓയിലുണ്ട്. ആ ഓയിലിനെ മാക്സിമം ഞാൻ എക്സ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകണം. ആ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന സോൾവെൻ്റ് ആണ് ഹെക്സെയിൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ എൻ്റെ സോൾവെൻ്റ് ഹെക്സെയിന് ഞാൻ എസ് കൊടുക്കുകയാണ്, ഫീഡിന് ഞാൻ എഫ് കൊടുക്കുകയാണ്. അപ്പോൾ ഫീഡിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ 18.2% ഓയിലുണ്ട്. ഓക്കെ, സോളിഡ് 69.5% ഉണ്ട്. അതേപോലെ മോയ്സ്ചർ 12.3% ഉണ്ട്. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദ പ്രോസസ് കേക്ക് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഹെക്സെയിൻ ഓയിൽ മിക്സ്ചർ. അപ്പോൾ നമുക്കിവിടെ ഒരു കേക്ക് കിട്ടുന്നുണ്ട്. കേക്ക് എന്ന് പറയുന്നത് ആരായിരിക്കും? എൻ്റെ റാഫിനേറ്റ് ആയിരിക്കും. ഓക്കെ, കേക്ക് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഹെക്സെയിൻ ഓയിൽ മിക്സ്ചർ. ഈ ഹെക്സെയിൻ പ്ലസ് ഓയിലാണ് മെയിൻ ആയിട്ടുള്ള എൻ്റെ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഹെക്സെയിൻ പ്ലസ് ഓയിലാണ് എൻ്റെ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്ന ആൾ. ബാക്കിയുള്ളതാണ് എൻ്റെ കേക്ക് എന്ന് പറയുന്ന ആൾ. അതായത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇയാളാണ് എൻ്റെ റാഫിനേറ്റ്. ഓക്കെ, ഇയാളാണ് എൻ്റെ എക്സ്ട്രാക്റ്റ്. ഇനി അതെല്ലാം സോളിഡിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഓവർഫ്ലോ അണ്ടർഫ്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഹെക്സെയിൻ പ്ലസ് ഓയിൽ അയാളാണ് എൻ്റെ ഒരു പ്രൊഡക്റ്റ്. ബാക്കിയുള്ള കേക്കാണ് എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. കേക്കിൽ നിങ്ങൾ നോക്കിക്കേ, തന്നിട്ടുണ്ട് 0.8% ഓയിൽ, 88.2% സോളിഡ്, ദെൻ 11% മോയ്സ്ചർ. റെഡി അല്ലേ? അപ്പോൾ ഈ ഹെക്സെയിൻ പ്ലസ് ഓയിൽ എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സ്ട്രാക്റ്റ്. അതിന് ഞാൻ 6 കൊടുക്കുകയാണ്. ബാക്കിയുള്ള ആറല്ല, ഇ കൊടുക്കുകയാണ്. എക്സ്ട്രാക്റ്റിന് ഇ കൊടുക്കുകയാണ്. ബാക്കിയുള്ള കേക്ക് അല്ലെങ്കിൽ റാഫിനേറ്റ്, നമ്മളുടെ എക്സ്ട്രാക്ഷനിൽ നമ്മൾ പറയും എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നതിന് എക്സ്ട്രാക്ട്, ബാക്കിയുള്ള റാഫിനേറ്റ്. ഇവിടെ സോളിഡ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഓവർഫ്ലോ അണ്ടർഫ്ലോ എന്ന് പറയാം. സോ അങ്ങനെ പറയുകയാണെങ്കിലും നിങ്ങൾ നൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഇതിനെ കൊടുത്ത് പഠിച്ചാലും മതി. എക്സ്ട്രാക്റ്റിന് ഇ കൊടുക്കുന്ന, റാഫിനേറ്റിന് 6 കൊടുക്കുന്നു. മാസ് ട്രാൻസ്ഫർ എത്തുമ്പോൾ നമുക്ക് വേറെ നൊട്ടേഷൻ പഠിക്കും. ഇപ്പോൾ ഇവിടെ ഫീഡ് എഫ്, ഫീഡിൽ 18% ഓയിൽ ഉണ്ടായിരുന്നു. ഓയിൽ മാക്സിമം ഹെക്സിൻ ഉപയോഗിച്ച് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ റിമൈനിങ് കേക്കിൽ നിങ്ങൾ നോക്കിക്കേ, ഓയിലിൻ്റെ പെർസെൻറ്റേജ് 0.8 ഉള്ളൂ. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ബാലൻസ് ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ആൾ എമൗണ്ട് ഓഫ് എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് റാഫിനേറ്റോ എമൗണ്ട് ഓഫ് എക്സൈനോ ഒന്നുമല്ല, പെർസെൻറ്റേജ് റിക്കവറി ആണ്. ഓക്കെ, നമ്മൾ ഫ്രാക്ഷനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പെർസെൻറ്റേജ് കിട്ടുക അല്ലേ? മാസ് ഫ്രാക്ഷൻ ഇൻറ്റു 100 മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ ഇൻറ്റു 100 മോൾ പെർസെൻറ്റേജ്. അപ്പോൾ പെർസെൻറ്റേജ് റിക്കവറി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഫീഡ് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫീഡിൻ്റെ എമൗണ്ട് എടുക്കാം. അതായിരിക്കണം എൻ്റെ ബേസിസ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഇവിടെ വെയിറ്റ് പെർസെൻറ്റേജ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് 100 കിലോഗ്രാം ഓഫ് ഫീഡ് എടുക്കാം. അതല്ലെങ്കിൽ ഫീഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് ദ ഫ്ലേക്ക്ഡ് സീഡ്സ് എന്നാണ്. വേണമെങ്കിൽ 100 കിലോഗ്രാം ഓഫ് ഫ്ലേക്ക്ഡ് സീഡ്സ് അല്ലെങ്കിൽ സോയാബീൻ സീഡ്സ് അല്ലെങ്കിൽ
നമ്മളുടെ സീഡ്സ് അല്ല ഫ്ലാക്ട് സീഡ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ സോയാബീൻ സീഡ്സ് എഴുതാം, അല്ലെങ്കിൽ അയാളാണ് എൻ്റെ ഫീഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, 100 കിലോഗ്രാം ഓഫ് ഫ്ലേക്ക്ഡ് സീഡ്സ്, അതാണ് എൻ്റെ ഫീഡ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഞാൻ എന്തെടുത്ത് 100 കിലോഗ്രാം എടുത്ത്. ഓക്കെ, അപ്പോൾ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ എഫ് പ്ലസ് എസ് ഈക്വൽ ടു ഇ പ്ലസ് ആർ ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഞാൻ എത്ര ഓയിലിനെ റിക്കവറി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഓയിലിനെ റിക്കവറി ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാക്റ്റിൽ എത്ര ഓയിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, പെർസെൻറ്റേജ് റിക്കവറി ഓഫ് ഓയിൽ എന്ന് ചോദിച്ചാൽ അത് ഏതായാലും പെർസെൻറ്റേജ് റിക്കവറി ഓഫ് ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൊല്യൂട്ടോ ഏതാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓയിൽ ഇൻ weight of oil in extract divided by weight of oil in feed. ഓക്കെ, ഞാൻ കൊടുക്കുന്ന ഫീഡിൽ എത്ര ഓയിൽ ഉണ്ട്, ഞാൻ എക്സ്ട്രാക്റ്റിലേക്ക് എത്ര ഓയിലിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അതാണ് പെർസെൻറ്റേജ് റിക്കവറിൻ്റെ ബേസ്. വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ ഫീഡ് ഇൻറ്റു 100. ഓക്കെ, ഇതാണ് പെർസെൻറ്റേജ് റിക്കവറി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ ഫീഡ് നമുക്കറിയാം അല്ലേ, ഓയിൽ ഇൻ ഫീഡ് നമുക്കറിയാം. കാരണം എഫ് ഞാൻ 100 എടുത്തെങ്കിൽ ഓയിൽ ഇൻ ഫീഡ് 18.2% ഓഫ് ഫീഡാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ ഫീഡ് എന്ന് പറയുന്നത് 100 ഇൻറ്റു 18.2% എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 0.182 18.2 കിലോഗ്രാം. പക്ഷെ നമുക്ക് വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് അറിയില്ല. ഓയിൽ ബാലൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഓയിൽ എവിടെയൊക്കെയുണ്ട്, ഫീഡിലും ഉണ്ട്, എക്സ്ട്രാക്റ്റിലും ഉണ്ട്, റാഫിനേറ്റിലും ഉണ്ട്. ഓയിൽ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇയും ആറും അറിയാത്തതുകൊണ്ട് അൺനോണിൻ്റെ എണ്ണം കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓയിലിന് ബാലൻസ് ചെയ്താൽ ഫീഡിലും ഓയിലുണ്ട്, എക്സ്ട്രാക്റ്റിലും ഓയിലുണ്ട്, റാഫിനേറ്റിലും ഓയിലുണ്ട്. എക്സ്ട്രാക്റ്റിൻ്റെ എമൗണ്ട് എനിക്കറിയില്ല, റാഫിനേറ്റിൻ്റെ എമൗണ്ടും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഓയിൽ ഫസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും രണ്ടാളിലുള്ളത് മാത്രം ബാലൻസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫീഡിൽ സോളിഡ് ഉണ്ട്, അതേപോലെ കേക്കിൽ അല്ലെങ്കിൽ എൻ്റെ റാഫിനേറ്റിലും സോളിഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സോളിഡ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഫീഡും റാഫിനേറ്റും തമ്മിൽ എനിക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, എൻ്റെ പോയിന്റ് ഇതാണ്. ഓയിലിനെ ഞാൻ ബാലൻസ് ചെയ്യാൻ പോയാൽ ഓയിൽ എക്സ്ട്രാക്റ്റിലും ഉണ്ട്, റാഫിനേറ്റിലും ഉണ്ട്. എക്സ്ട്രാക്റ്റിൻ്റെ എമൗണ്ടും എനിക്കറിയില്ല, റാഫിനേറ്റിൻ്റെ എമൗണ്ടും എനിക്കറിയില്ല. അപ്പോൾ സോളിഡിനെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻ്റെ ഫീഡും റാഫിനേറ്റും തമ്മിൽ കണക്ട് ചെയ്യാം. ഓക്കെ, കാരണം ഫീഡിൽ 69% സോളിഡ് ഉണ്ട്, ബാക്കിയുള്ള കേക്ക് അതായത് റാഫിനേറ്റിൽ 80.2% സോളിഡ് ഉണ്ട്. ശരിയല്ലേ? ഇത് ബാലൻസ് ചെയ്താൽ നിങ്ങൾക്ക് ആരെ കണ്ടുപിടിക്കാം, എൻ്റെ റാഫിനേറ്റിനെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സോളിഡിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, സോളിഡിനെ ബാലൻസ് ചെയ്യുമ്പോൾ ഫീഡിൻ്റെ 69.5% സോളിഡ് ആണ് എന്ന് പറയുമ്പോൾ 0.695 ഇൻറ്റു എഫ് ഈക്വൽ ടു റാഫിനേറ്റിൽ എത്രയുണ്ട് സോളിഡ് നോക്കിക്കേ 88.2%. സോ 0.882 ഇൻറ്റു റാഫിനേറ്റ്. ഓക്കെ, 88.2% സോളിഡ് റാഫിനേറ്റിലുണ്ട്, 69.5% സോളിഡ് ഫീഡിലുണ്ട്. ഫീഡിന് നമുക്കറിയാം 100 കിലോഗ്രാം നമ്മൾ ബേസിസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റാഫിനേറ്റ് കണ്ടുപിടിച്ചൂടെ. 0.695 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 0.882. സോ നമുക്ക് വാല്യൂ എന്ന് പറയുന്നത് 78.798. ഓക്കെ, ഇത്രയും കിലോഗ്രാം കിട്ടും റാഫിനേറ്റ് പറയുന്ന ആൾ. ഓക്കെ, ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കാം, വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് കണ്ടുപിടിക്കാം. കാരണം റാഫിനേറ്റിൻ്റെ എമൗണ്ടായി, ഇനി എക്സ്ട്രാക്റ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം റാഫിനേറ്റിൻ്റെ എമൗണ്ടായി, ഇനി ഓയിൽ ബാലൻസ് ചെയ്താൽ മതി. ഓയിൽ ബാലൻസ് ചെയ്യുമ്പോൾ ആര് തമ്മിൽ കണക്റ്റ് ആവുക, ഒന്ന് ഫീഡ്, ഒന്ന് എക്സ്ട്രാക്റ്റ്, ഒന്ന് റാഫിനേറ്റ്. അതിൽ എക്സ്ട്രാക്റ്റിൻ്റെ ഓയിലാണ് എനിക്ക് വേണ്ടത്. ഓക്കെ അല്ലേ, എനിക്ക് വേണ്ടത് വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് ആണ്. സോ നെക്സ്റ്റ് എനിക്ക് ഓയിലിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, ഓയിലിനെ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, the amount of weight of oil in feed equal to weight of oil in extract plus weight of oil in raffinate. Okay, weight of oil in feed എന്ന് പറഞ്ഞാൽ F into
ഓയിലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 18.2. ഓക്കെ, അതായത് എഫ് ഇൻറ്റു 18.2/100 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് ആണ് നമുക്ക് വേണ്ടത്, പ്ലസ് വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ റാഫിനേറ്റും കൂടെ കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ റാഫിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റാഫിനേറ്റിൽ 0.8% ആണ് ഓയിലുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ, കാരണം ഒരുപാട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റാഫിനേറ്റിലിൻ്റെ 0.8% എന്ന് വെച്ചാൽ 0.8/100. ഓക്കെ, ഫീഡിൻ്റെ എമൗണ്ട് നമുക്കറിയാം. ഫീഡ് നമ്മൾ 100 കിലോഗ്രാം ആണ് എടുത്തത്. അതേപോലെ തന്നെ 100 × 18.2/100 നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സോ ഇത് നമുക്ക് എന്ത് കിട്ടും? ഫീഡ് 100 ആയതുകൊണ്ട് 100 × 18.2/100 എന്ന് വെച്ചാൽ 18.2. വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് എനിക്കറിയില്ല, അയാളെയാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, റാഫിനേറ്റിൻ്റെ എമൗണ്ട് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് 78.798 ഇൻറ്റു റാഫിനേറ്റിൽ ഓയിലിൻ്റെ പെർസെൻറ്റേജ് 0.8/100. ഓക്കെ, 78.798 ഇൻറ്റു 0.8/100. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 0.008. ഓക്കെ, സോ 18.2 മൈനസ് ആൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്ട്രാക്റ്റ്, അതായത് വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് 17.57 കിലോഗ്രാം കിട്ടും. ഓക്കെ, ഞാൻ ഫീഡ് 100 കിലോഗ്രാം ആണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ കിലോഗ്രാമിൽ എഴുതിയത്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ ഫീഡ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് റിക്കവറി. സോ പെർസെൻറ്റേജ് റിക്കവറി ഓഫ് ഓയിൽ 17.57 ഡിവൈഡഡ് ബൈ 17.57 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ്. വെയിറ്റ് ഓഫ് ഓയിൽ ഇൻ ഫീഡ് എന്ന് പറയുന്നത് 18.2 ഇൻറ്റു 100. ഓക്കെ, സോ 17.57 ഡിവൈഡഡ് ബൈ 18.2 ഇൻറ്റു 100 കൊടുക്കുമ്പോൾ 96.53%. ഇതാണ് എൻ്റെ പെർസെൻറ്റേജ് റിക്കവറി. ഓക്കെ, 538 ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് 54 എഴുതാം. 96.54%. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എന്നോട് ഓയിലിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓയിൽ ഇൻ ഫീഡ് ഈക്വൽ ടു ഓയിൽ ഇൻ എക്സ്ട്രാക്റ്റ് പ്ലസ് ഓയിൽ ഇൻ റാഫിനേറ്റ് ചെയ്താൽ മതി. പക്ഷേ റാഫിനേറ്റിൻ്റെ എമൗണ്ട് എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഫീഡിൻ്റെ എമൗണ്ട് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. റാഫിനേറ്റിൻ്റെ എമൗണ്ട് അറിയാത്തതുകൊണ്ട് റാഫിനേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഫീഡും റാഫിനേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ പിടിക്കുക. അതായത് ഫീഡിൽ സോളിഡ് ഉണ്ട്, റാഫിനേറ്റിലും സോളിഡ് ഉണ്ട്. എക്സ്ട്രാക്റ്റിൽ സോളിഡ് കയറി വരില്ല. ഹെക്സെയിൻ ഓയിലിനെയും കൊണ്ടാണ് പോവുക, സോളിഡിനെയും കൊണ്ട് പോവില്ല. ഓക്കെ, ഓയിലിനെയാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടെ സെയിം ബേസിലുള്ളത് അസറ്റിക് ആസിഡ് ആണെന്ന് മാത്രം. ഓയിലിന് പകരം ഞാൻ അസറ്റിക് ആസിഡ് തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. Acetic acid extracted from an aqueous solution containing 42.86 weight% acetic acid using benzene as the solvent. അപ്പോൾ ഞാൻ ഒരു aqueous solution ആണ് എൻ്റെ ഫീഡ് എന്ന് പറയുന്നത്. ഫീഡ് എന്ന് പറയുന്നത് ഒരു aqueous solution ആണ്. ഓക്കെ, aqueous solution of acetic acid ആണ്. അതിൽ 42.86% അസറ്റിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. aqueous എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇപ്പോൾ 42.86% അസറ്റിക് ആസിഡ് ഉണ്ടെങ്കിൽ ബാക്കി 57.14% ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫീഡിൽ അല്ലെങ്കിൽ aqueous സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡിൽ 42.86% അസറ്റിക് ആസിഡ് ആണ്, ബാക്കി 57.14% ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഇതിൽ നിന്ന് എൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ അസറ്റിക് ആസിഡിനെ എക്സ്ട്രാക്ട് ചെയ്യണം. ആരുപയോഗിച്ചിട്ട്? ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റിനെ ഉപയോഗിച്ചിട്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന സോൾവെൻ്റ് ആരാ? ബെൻസീൻ. ഇയാളാണ് എൻ്റെ സോൾവെൻറ്റ്. ഓക്കെ, റെഡി അല്ലേ? ഇനി നമുക്ക് പ്രൊഡക്റ്റായിട്ട് ആരെ കിട്ടും? ഇത് എക്സ്ട്രാക്ഷൻ പ്രോസസ്സാണ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തേക്ക് എനിക്ക് എക്സ്ട്രാക്റ്റും കിട്ടും, അതേപോലെ തന്നെ റാഫിനേറ്റും കിട്ടും. ഇനി ഇതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ മ്യൂച്വൽ സോൾബിലിറ്റി ഓഫ് ബെൻസീൻ ആൻഡ് വാട്ടർ മേ ബി നെഗ്ലെക്റ്റഡ്. ഓക്കെ, ബെൻസീൻ വാട്ടർ തമ്മിൽ അങ്ങനെ മിസിബിൾ ആവുന്നില്ല. ആ പറഞ്ഞതിൻ്റെ എയിം എന്താണെന്ന് വെച്ചാൽ എക്സ്ട്രാക്റ്റിൽ ബെൻസീൻ ഉണ്ടാവും, റാഫിനേറ്റിൽ വാട്ടർ ഉണ്ടാവും. അതായത് എക്സ്ട്രാക്റ്റിൽ ബെൻസീൻ്റെ കൂടെ വാട്ടർ കയറി വരില്ല, റാഫിനേറ്റിൽ വാട്ടറിൻ്റെ കൂടെ ബെൻസീനും കയറി വരില്ല. ഓക്കെ, അപ്പോൾ എക്സ്ട്രാക്റ്റിൽ ബെൻസീൻ പ്ലസ് ബെൻസീൻ ആരെയും എക്സ്ട്രാക്ട് ചെയ്യുന്നത്? അസറ്റിക് ആസിഡിനെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. സോ ബെൻസീൻ പ്ലസ് അസറ്റിക് ആസിഡ്.
ഇതായിരിക്കും എക്സ്ട്രാക്ട്. റാഫിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിമൈനിങ് വാട്ടർ പ്ലസ് അസറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ബെൻസീൻ ആൻഡ് വാട്ടറിൻ്റെ മ്യൂച്വൽ സോളിബിലിറ്റി ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. അതായത് എക്സ്ട്രാക്റ്റിൽ ബെൻസീൻ അസിറ്റിക് ആസിഡ് മാത്രം എടുത്താൽ മതി, അതിലേക്ക് വാട്ടർ കയറി വരില്ല. ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റിൻ്റെ എയിം എന്താ? അസിറ്റിക് ആസിഡിനെ മാക്സിമം എടുത്തുകൊണ്ട് പോകുക. നേരത്തെ നമ്മൾ സോയാബീൻ സീഡ് ഓയിലിൽ എക്സൈൻ ഉപയോഗിച്ചിട്ട് ഓയിലിനെ മാക്സിമം കൊണ്ടുപോയ പോലെ ബെൻസീൻ ഉപയോഗിച്ചിട്ട് ഞാൻ അസിറ്റിക് ആസിഡിനെ മാക്സിമം കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള വാട്ടർ പ്ലസ് അസിറ്റിക് ആസിഡ് ആയിരിക്കും ഇവിടെ. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം പറയുന്നുണ്ട്. വെൻ ഈക്വൽ വെയിറ്റ് ഓഫ് ബെൻസീൻ ആൻഡ് അക്വസ് സൊല്യൂഷൻ വെർ മിക്സ്ഡ് ആൻഡ് ദ ഫേസസ് സെപ്പറേറ്റഡ്. അപ്പോൾ ഞാൻ ഫീഡ് എത്രയാണോ എടുത്ത് അത്രയും തന്നെ ബെൻസീൻ എടുത്തിട്ടുണ്ട്, എന്നിട്ട് മിക്സ് ചെയ്തു. ദെൻ അക്വസ് ഫേസ് അനലൈസ്ഡ് 62.25% അസിറ്റിക് ആസിഡ്. അതായത് പുറത്തേക്ക് വരുന്ന അക്വസ് ഫേസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? റാഫിനേറ്റ്. പുറത്തേക്ക് വരുന്നതിൽ വാട്ടറും അസിറ്റിക് ആസിഡും ഉള്ളത് ഏതിലാണ്? റാഫിനേറ്റിൽ. ഓക്കെ, ഫീഡിൽ നിന്ന് മാക്സിമം അസിറ്റിക് ആസിഡിനെ ആര് കൊണ്ടുപോയി? ബെൻസീൻ കൊണ്ടുപോയി. ഓക്കെ, ഇനി ബാക്കിയുള്ള അസറ്റിക് ആസിഡ് പ്ലസ് വാട്ടർ, ഞാൻ കൊടുക്കുന്ന ഫീഡ് വാട്ടറും അസറ്റിക് ആസിഡും ആണ്. അതിൽ നിന്ന് അസറ്റിക് ആസിഡിനെ മാക്സിമം ബെൻസീൻ പറ്റുന്നത്ര എടുത്തുകൊണ്ട് പോയി. ബാക്കിയുള്ള അസറ്റിക് ആസിഡ് പ്ലസ് വാട്ടർ ആണ് റാഫിനേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന അക്വസ് ഫേസ്, പുറത്തേക്ക് വരുന്ന അക്വസ് ഫേസ്. അതിൽ 16.25% അസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, അതായത് റാഫിനേറ്റിൽ 16.25% അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ള, അതായത് ബാക്കി എന്ന് പറയുമ്പോൾ 100 - 16 എന്ന് പറയുമ്പോൾ 83.75% ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, 16.25 അസിറ്റിക് ആസിഡ് ആണെങ്കിൽ ബാക്കി 83.75 ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഫീഡിൻ്റെ എമൗണ്ട് തന്നിട്ട് ഓൺ ദി ബേസിസ് ഓഫ് 100 kg ഓഫ് അക്വസ് സൊല്യൂഷൻ ബീങ് ട്രീറ്റഡ്. ഫീഡിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 100 kg. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഒന്ന്, മാസ് ഓഫ് അക്വസ് ഫേസ് ആൻഡ് ബെൻസീൻ ഫേസ്. മാസ് ഓഫ് അക്വസ് ഫേസ് എന്ന് പറഞ്ഞാൽ അയാൾ റാഫിനേറ്റ്, മാസ് ഓഫ് ബെൻസീൻ ഫേസ് എന്ന് അയാൾ എക്സ്ട്രാക്ട്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് എവിടെയാണ് കയറി വരുന്നത്? എക്സ്ട്രാക്റ്റിലാണ് കയറി വരുന്നത്. സോൾവെൻറ്റ് ആരാ? ബെൻസീനാണ്. അസിറ്റിക് ആസിഡിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബെൻസീൻ എന്ന് പറയുന്ന സോൾവെൻറ്റ് മുഴുവനായിട്ടും ഏതിലാണ് കയറി വരുന്നത്? എക്സ്ട്രാക്റ്റിലാണ് കയറി വരുന്നത്. അപ്പോൾ ബെൻസീൻ ഫേസ് എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എക്സ്ട്രാക്റ്റിൻ്റെ എമൗണ്ട് എത്ര. അക്വസ് ഫേസിൻ്റെ എമൗണ്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് റാഫിനേറ്റ് എത്ര. ഓക്കെ, അതായത് ഇതിൽ നിങ്ങൾ നോക്കിക്കേ, തുടക്കത്തിൽ 57% വാട്ടർ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 83% വാട്ടറായി. അതിൻ്റെ മീനിങ് എന്താ? അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ കയറുമ്പോൾ അസിറ്റിക് ആസിഡ് 42 ഉണ്ടായിരുന്നു, അതിൽ കുറേ അസിറ്റിക് ആസിഡ് ബെൻസീൻ കൊണ്ടുപോയി, ബാക്കി 16.25% അസിറ്റിക് ആസിഡ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിമൈനിങ് ആയിട്ട് വരുന്ന അക്വസ് ഫേസ് എന്ന് പറയുന്നതാണ് എൻ്റെ റാഫിനേറ്റ്. ബെൻസീനും വാട്ടറും തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? മിക്സ് ആവുന്നില്ല എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ സോളിബിലിറ്റി ഓഫ് ബെൻസീൻ ആൻഡ് വാട്ടർ മേ ബി നെഗ്ലെക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡാറ്റ. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ചെയ്താൽ മതി. അതായത് ഞാൻ എൻ്റെ 2 ഇൻപുട്ട് കൊടുക്കുന്ന, ഒന്ന് ഫീഡ്, ഒന്ന് സോൾവെൻറ്റ്. എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്ന് എക്സ്ട്രാക്റ്റ്, വേറൊന്ന് റാഫിനേറ്റ്. ഓക്കെ, ഫീഡിൽ 42.86% അസറ്റിക് ആസിഡ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി 57.14% വാട്ടർ കിട്ടും. ഓക്കെ, റാഫിനേറ്റിൽ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, 16.25 അസറ്റിക് ആസിഡ് ഉണ്ട്. ഇനിയാണെങ്കിൽ ബാക്കി 83.75% ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. ഓക്കെ, ഇത്രയല്ലേ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡാറ്റ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കണം. ഈക്വൽ വെയിറ്റ് ഓഫ് ബെൻസീൻ ആൻഡ് അക്വസ് സൊല്യൂഷൻ വേർ മിക്സ്ഡ്. അതായത് ഞാൻ എത്ര ഫീഡ് എടുക്കുന്നോ അത്രയും തന്നെ ഞാൻ ബെൻസീൻ എടുക്കുന്നുണ്ട്. ഈക്വൽ വെയിറ്റ് ഓഫ് ബെൻസീൻ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. ആൻഡ് അക്വസ് സൊല്യൂഷൻ വേർ മിക്സ്ഡ്. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫീഡും സോൾവെൻറ്റും കൂടിയാണ് മിക്സ് ചെയ്യുക അല്ല. ഇൻപുട്ട് എന്ന് പറയുന്നത് ആരാ? ഫീഡും സോൾവെൻറ്റും ആണ്. അപ്പോൾ എഫിൻ്റെ എമൗണ്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് 100 kg ഓഫ് അക്വസ് സൊല്യൂഷൻ ബീയിങ് ട്രീറ്റഡ്. ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന എന്ന് വെച്ചാൽ ഫീഡിൻ്റെ എമൗണ്ട് 100 kg ആണ്. ഓക്കെ, അപ്പോൾ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് നിങ്ങൾ എന്തെടുക്കണം? 100 kg എടുക്കണം. അതിനുള്ള ഡാറ്റയാണ് ഈ തന്നിരിക്കുന്നത്. ഏത്? ഈക്വൽ വെയിറ്റ് ഓഫ് ബെൻസീൻ ആൻഡ് അക്വസ് സൊല്യൂഷൻ വേർ മിക്സ്ഡ്. എസും എഫും സെയിം ആണ്. അപ്പോൾ എസിൻ്റെ വാല്യൂ നിങ്ങൾക്ക് എന്തെടുക്കാം? 100 എടുക്കാം. അപ്പോൾ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എടുക്കുകയാണെങ്കിൽ ഫീഡ് പ്ലസ് സോൾവെൻറ്റ് ഈക്വൽ ടു എക്സ്ട്രാക്റ്റ് പ്ലസ് റാഫിനേറ്റ് എന്ന് പറഞ്ഞാൽ
100 പ്ലസ് 100 ഈക്വൽ ടു ഇ പ്ലസ് ആർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇ പ്ലസ് ആർ ഈക്വൽ ടു 200. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിൽ അൺനോൺ ആയിട്ട് ആരുണ്ട്? ഇയും ഉണ്ട് ആറും ഉണ്ട്. ഇനെ അറിയില്ല, ആറിനെ അറിയില്ല. അവരെ രണ്ടാളെ എനിക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താ വെച്ചാൽ, രണ്ട് സ്ട്രീമിൽ ഇപ്പോൾ എക്സ്ട്രാക്റ്റിൽ ആരുണ്ട്? ബെൻസീനും ഉണ്ട്, അസറ്റിക് ആസിഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അസറ്റിക് ആസിഡിനെ ബാലൻസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫീഡിൽ അസറ്റിക് ആസിഡ് ഉണ്ട്, റാഫിനേറ്റിൽ അസറ്റിക് ആസിഡ് ഉണ്ട്, എക്സ്ട്രാക്റ്റിലും അസറ്റിക് ആസിഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ കണക്റ്റ് ആവും. പക്ഷെ കണക്റ്റ് ആയിട്ട് കാര്യമില്ല. എക്സ്ട്രാക്റ്റിൽ എത്ര പെർസെൻറ്റേജ് അസറ്റിക് ആസിഡ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഫീഡിൽ എത്ര പെർസെൻറ്റേജ് അസറ്റിക് ആസിഡ് ഉണ്ടെന്ന് അറിയാം, റാഫിനേറ്റിൽ എത്ര പെർസെൻറ്റേജ് അസറ്റിക് ആസിഡ് ഉണ്ടെന്ന് അറിയാം, എക്സ്ട്രാക്റ്റിൽ എത്ര പെർസെൻറ്റേജ് അസറ്റിക് ആസിഡ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് എനിക്ക് കാര്യമില്ല. ഇനി ആറിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. വീണ്ടും അൺനോണിൻ്റെ എണ്ണം കൂട്ടാനേ പറ്റുള്ളൂ. ഓക്കെ, കാരണം എക്സ്ട്രാക്റ്റിൽ അസറ്റിക് ആസിഡിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ എഫ് ഇൻറ്റു 42.86/100 ഈക്വൽ ടു ഇവിടെ ഇ ഇൻറ്റു അതിൽ പെർസെൻറ്റേജ് അറിയില്ല, അപ്പോൾ ഞാൻ എക്സ് എന്ന് എഴുതേണ്ടി വരും. ദെൻ ആർ ഇൻറ്റു 16.25/100. അതായത് ഞാൻ പറഞ്ഞുകൊണ്ട് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ അസറ്റിക് ആസിഡ് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഇൻറ്റു 0.4286 42.86%. ഓക്കെ, എക്സ്ട്രാക്റ്റിലെ പെർസെൻറ്റേജ് ഓഫ് എക്സ് എനിക്കറിയില്ല, ഞാൻ എക്സ് കൊടുക്കേണ്ടി വരും. റാഫിനേറ്റിൽ 0.1625. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇയും ആറും അൺനോൺ, ഇവിടെ ഇയും ആറും അൺനോൺ, അതേപോലെ തന്നെ ഒരു അൺനോണും കൂടെ എനിക്ക് കൂടുതൽ കിട്ടി. രണ്ട് അൺനോണിന് വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ മൂന്നാമത്തെ അൺനോണും കൂടെ കയറി വരും. അപ്പോൾ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കമ്പോണൻറ്റ് ആര് പിടിക്കാം? വാട്ടറിന് പിടിക്കാം. വാട്ടറിന് പിടിക്കുന്ന പ്രത്യേകത എന്താ? ഫീഡിലും വാട്ടർ ഉണ്ട്, റാഫിനേറ്റിലും വാട്ടർ ഉണ്ട്. ഫീഡിലും വാട്ടർ ഉണ്ട്, റാഫിനേറ്റിലും വാട്ടർ ഉണ്ട്. എക്സ്ട്രാക്റ്റിൽ വാട്ടർ ഇല്ല. ഞാൻ ഉപയോഗിക്കുന്ന സോൾവെൻറ്റ് ബെൻസീനാണ്, അവിടെയും വാട്ടർ ഇല്ല. അപ്പോൾ നെക്സ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, വാട്ടറിനെ പിടിച്ച് ബാലൻസ് ചെയ്യാം. സോ വാട്ടർ ബാലൻസ് ചെയ്യാം. വാട്ടർ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച്, ഫീഡിൽ 57.14%. സോ എഫ് ഇൻറ്റു 0.5714 ഈക്വൽ ടു റാഫിനേറ്റിൽ 83.75 0.8375. ഫീഡിൻ്റെ എമൗണ്ട് നമുക്കറിയാം 100. ഓക്കെ, സോ 100 ഇൻറ്റു 0.5714 ഈക്വൽ ടു R ഇൻറ്റു 0.8375. സോ R ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 0.5714 എന്ന് വെച്ചാൽ 57.14 ഡിവൈഡഡ് ബൈ 0.8375. ഇങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും 68.22. ഓക്കെ, സോ 100 ഇൻറ്റു 0.5714, അതായത് നമുക്ക് 42.86% അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ബാക്കി 57.14% വാട്ടറാണ്. അതേപോലെ എൻ്റെ റാഫിനേറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ 60.25% അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ബാക്കി 83.75% വാട്ടറാണ്. സോ 100 ഇൻറ്റു 0.5714 is equal to R ഇൻറ്റു 0.8375. സോ നിങ്ങൾക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 68.22 അല്ലെങ്കിൽ 23 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് ഇ പ്ലസ് ആർ ഇസ് ഈക്വൽ ടു 200. സോ ആറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 68.23 കിലോഗ്രാം. സോ അങ്ങനെയാണെങ്കിൽ എക്സ്ട്രാക്റ്റ് കിട്ടൂലേ? എക്സ്ട്രാക്റ്റ് ഇസ് ഈക്വൽ ടു 200 മൈനസ് 68.23. ഇതെങ്ങനെയാണെങ്കിൽ 131.77 കിലോഗ്രാം. അപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒന്ന് എക്സ്ട്രാക്റ്റിൻ്റെ എമൗണ്ടും വേറൊന്ന് റാഫിനേറ്റിൻ്റെ എമൗണ്ടുമാണ്. സോ എക്സ്ട്രാക്റ്റിൻ്റെ എമൗണ്ട് 131.77, റാഫിനേറ്റിൻ്റെ എമൗണ്ട് 68.23. സെറ്റായില്ലേ? ഓക്കെ, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നതാണ് മാസ് ഓഫ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ റാഫിനേറ്റ്, ബെൻസിൻ ഫേസ് എന്ന് വെച്ചാൽ എക്സ്ട്രാക്റ്റ്. സോ രണ്ടാളും കിട്ടിയില്ലേ? എക്സ്ട്രാക്റ്റിന് കിട്ടി 131.77 എന്ന് വെച്ചാൽ ബെൻസിൻ ഫേസ്. ഓക്കെ, റാഫിനേറ്റിന് കിട്ടി 68.23. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെന്നുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്ത് തീരും. ഇനി പാർട്ട് ബി എന്ന് പറയുന്നത് പെർസെൻറ്റേജ് റിക്കവറി ഓഫ് അസറ്റിക് ആസിഡ്. പെർസെൻറ്റേജ് റിക്കവറി ഓഫ് അസറ്റിക് ആസിഡ്, ഇത് നമ്മൾ നേരത്തെ ഓയിൽ ചെയ്ത പോലെ തന്നെയാണ് പെർസെൻറ്റേജ് റിക്കവറി ഓഫ് അസറ്റിക് ആസിഡ് ചെയ്യാം. എന്താ ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം?
acetic acid in feed. Acetic acid in extract divided by acetic acid in feed. ഇടയില്ല നേരത്തെ ഓയിൽ ഇൻ എക്സ്ട്രാക്ട് ഡിവൈഡ് ബൈ ഓയിൽ ഇൻ ഫീഡ് അതേപോലെ തന്നെ പേഴ്സണൽ റിക്കവറി ഓഫ് അസിറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്ട് ഡിവൈഡ് ബൈ അസിറ്റിക് ആസിഡ് ഇൻ ഫീഡ് വെയിറ്റ് രണ്ടിൻ്റെയും വെയിറ്റ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് അസിറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്ട് എനിക്കറിയില്ല, വെയിറ്റ് ഓഫ് അസിറ്റിക് ആസിഡ് ഇൻ ഫീഡ് എനിക്കറിയാം. വെയിറ്റ് ഓഫ് അസിറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം, അസറ്റിക് ആസിഡിനെ ബാലൻസ് ചെയ്യാം. ഇപ്പോൾ അസറ്റിക് ആസിഡ് ബാലൻസ് ചെയ്താൽ കുഴപ്പമില്ല, കാരണം എന്താ, റാഫിനേറ്റിൻ്റെ എമൗണ്ട് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ acetic acid in feed equal to acetic acid in extract plus acetic acid in raffinate. Okay, acetic acid in feed equal to acetic acid in extract plus acetic acid in raffinate. ഫീഡിൽ അസിറ്റിക് ആസിഡ് എത്രയുണ്ട് നോക്കിക്കേ. ഫീഡ് 100 ആണ്, അതിൽ 42.86. സോ 100 ഇൻറ്റു 0.4286 ദാറ്റ് ഇസ് ഈക്വൽ ടു അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് ആണ് കണ്ടുപിടിക്കുക. അതുകൊണ്ട് ഞാൻ അവിടെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നില്ല, അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് എന്ന് തന്നെ എഴുതുകയാണ്. പ്ലസ് അസറ്റിക് ആസിഡ് ഇൻ റാഫിനേറ്റിൻ്റെ എമൗണ്ട് എത്രയാണ്, 68.23. അതിൽ എത്ര പെർസെൻറ്റേജ് അസറ്റിക് ആസിഡ് ഉള്ള റാഫിനേറ്റിൽ 16.25% എന്ന് പറയുമ്പോൾ 16.25/100 എന്ന് വെച്ചാൽ 0.1625. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ 42.86 മൈനസ് 68.23 ഇൻറ്റു 0.1625. സോ അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് equal to 31.77 kilogram. ഓക്കെ, അസറ്റിക് ആസിഡ് ഇൻ ഫീഡ് നമുക്കറിയാം, ഇതാണ് അസറ്റിക് ആസിഡ് ഇൻ ഫീഡ്. അസറ്റിക് ആസിഡ് ഇൻ ഫീഡ് ഈക്വൽ ടു 100 ഇൻറ്റു 0.426 എന്ന് വെച്ചാൽ 42.86 കിലോഗ്രാം. സോ പെർസെൻറ്റേജ് റിക്കവറി ഓഫ് അസറ്റിക് ആസിഡ്, ഇക്വേഷൻ പറഞ്ഞു, എക്സ്ട്രാക്റ്റിലുള്ള അസറ്റിക് ആസിഡ് ഡിവൈഡഡ് ബൈ ഫീഡിലുള്ള അസറ്റിക് ആസിഡ്. ഓക്കെ, എക്സ്ട്രാക്റ്റിലുള്ള അസറ്റിക് ആസിഡ് ഡിവൈഡ് ബൈ ഫീഡിൽ എക്സ്ട്രാക്ട്, പെർസെൻറ്റേജ് റിക്കവറി എന്ന് പറയുമ്പോൾ ഇൻറ്റു 100. ഓക്കെ, സോ ഇൻറ്റു 100. സോ 31.77 ഡിവൈഡഡ് ബൈ 42.86 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 74.13%. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, FXF ഈക്വൽ ടു EXC പ്ലസ് R into XR. Okay, F into XF equal to E into XC plus R into XR. എക്സ്ട്രാക്റ്റിൽ എത്ര പെർസെൻറ്റേജ് അസറ്റിക് ആസിഡ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് വെച്ച് സോൾവ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഇക്വേഷൻ എഴുതിയാൽ മതി, അസറ്റിക് ആസിഡ് ഇൻ ഫീഡ്, അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്ട്, അസറ്റിക് ആസിഡ് ഇൻ റാഫിനേറ്റ്. കാരണം എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റിൻ്റെ ബേസിലാണ്. അതായത് E ഇൻറ്റു XC എന്ന് പറയുന്ന ടോട്ടൽ എമൗണ്ട് ആണ് എനിക്ക് വേണ്ടത്, അല്ലാതെ XC അല്ല. XC എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് ആണ്. സോ നമുക്ക് XC കണ്ടുപിടിച്ച് സമയം കളയേണ്ട കാര്യം ഇല്ല, കാരണം അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് ആണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ E ഇൻറ്റു XC. അസറ്റിക് ആസിഡ് ഇൻ ഫീഡ് എന്ന് പറഞ്ഞാൽ F ഇൻറ്റു XF. അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ E ഇൻറ്റു XC. അസറ്റിക് ആസിഡ് ഇൻ റാഫിനേറ്റ് എന്ന് വെച്ചാൽ R ഇൻറ്റു XR. ഓക്കെ, അപ്പോൾ എഫും XFും അറിയാം, ആറും XRും അറിയാം. ഈ നമുക്ക് ഓൾറെഡി കണ്ടുപിടിച്ചത് എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് എക്സ്ട്രാക്റ്റ്, അല്ലാതെ അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഈ E എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് ഓഫ് എക്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നിങ്ങൾ XC കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, കാരണം കോമ്പോസിഷൻ ഓഫ് എക്സ്ട്രാക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് XC കണ്ടുപിടിക്കാം. അതാണ് പെർസെൻറ്റേജ് ഓഫ് അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ്. ഇവിടെ എന്നോട് ചോദിച്ചിരിക്കുന്ന പെർസെൻറ്റേജ് റിക്കവറി ഓഫ് അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് ഡിവൈഡ് ബൈ അസറ്റിക് ആസിഡ് ഇൻ ഫീഡ് ഇൻറ്റു 100. റെഡി അല്ലേ? 31.77 ഡിവൈഡ് ബൈ 42.86 ഇൻറ്റു 100. ഇത് ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ അസറ്റിക് ആസിഡ് ഇൻ ഫീഡ് ഈക്വൽ ടു അസറ്റിക് ആസിഡ് ഇൻ എക്സ്ട്രാക്റ്റ് പ്ലസ് അസറ്റിക് ആസിഡ് ഇൻ റാഫിനേറ്റ്. അപ്പോൾ ഫീഡ് കണ്ടുപിടിക്കാൻ ഫീഡ് 100 കിലോഗ്രാം ആണ്, അതിൽ 42.86% അസറ്റിക് ആസിഡ് ആണ്. റാഫിനേറ്റ് നമ്മൾ സോൾവ് ചെയ്തു 68.23 ആണ്, അതിൽ 16% അസറ്റിക് ആസിഡ് ആണ്, 16.25%. ഓക്കെ, അസറ്റിക് ആസിഡിന് എക്സ്ട്രാക്റ്റ് അറിയില്ല, സോ അസറ്റിക് ആസിഡ് ബാലൻസ് ചെയ്ത് അസറ്റിക് ആസിഡിന് എക്സ്ട്രാക്റ്റ് കിട്ടും. അസറ്റിക് ആസിഡ് ഫീഡ് നമുക്കറിയാം, സോ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റിക്കവറി ഓഫ് അസറ്റിക് ആസിഡ് കിട്ടും.
ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരാണ്. കിട്ടുന്നില്ല എങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്തുതരാം. നിങ്ങളൊരു കാര്യം, ഇവിടെ ഫുൾ പേഴ്സൻറ്റേജ് തന്നിട്ടില്ല. 18% ഓയിൽ, 10% വാട്ടർ. അപ്പോൾ ബാക്കി ആരായിരിക്കും? സോയാബീൻ സീഡ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ അല്ലേ? 10% ബാക്കി ആരായിരിക്കും? സീഡായിരിക്കും. അപ്പോൾ 18 + 10 28. അപ്പോൾ ബാക്കി 72% ഇവിടെ സീഡ് ഉണ്ടാവും, അല്ലെങ്കിൽ സോളിഡ് ഉണ്ടാവും എന്ന് എഴുതാം. അത് നല്ലത്. സോളിഡ് പേഴ്സൻറ്റേജ് 72%. ഓക്കെ. അതേപോലെ എൻ്റെ റെസിഡ്യൂലും 0.5% ഓയിലും 20% എക്സൈനെ തന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ആരുണ്ടാവും? വാട്ടറും സോളിഡും ഉണ്ടാവും. റെസിഡ്യൂല് ബാക്കിയുള്ള വാട്ടറും സോളിഡും ഉണ്ടാവും. അങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ ഇന്ന് ഈ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. ചെറിയ ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ടൈം ആയത്. ഓക്കെ, താങ്ക് യു.